വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ തുടർച്ചയായ 4ാം ദിവസവും ആക്രമണം നടത്തി ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ 5 പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാണ്. ഇന്നലെ ഹമാസ് കൈമാറിയ 3 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റിയതായി റെഡ് ക്രോസ് അറിയിച്ചു. ഇത് കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹമല്ല എന്ന് ഇസ്രായേൽ. 30 ഫലസ്തീനികളുടെ മൃതദേഹം ഇസ്രായേലും കൈമാറിയിരുന്നു. ഈ മൃതദേഹങ്ങളിൽ കൊടും മർദ്ദനങ്ങളേറ്റ അടയാളങ്ങളുണ്ടെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകാനായി ദുബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. നാസർ, ഈ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിലും പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾ അതുപോലെ തന്നെ തുടരുകയാണ്. 4ാം ദിനവും കടുത്ത ആക്രമണമാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അമേരിക്കയുടെ നിലപാട് എന്താണ് വിഷയത്തിൽ? അവിടുത്തെ ഒരുപക്ഷെ വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണത്തിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ ലംഘനം തുടർച്ചയായി തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക സുസ്ഥിരമായിട്ടുള്ള ഒരു വെടിനിർത്തലാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. സംബന്ധിച്ചിടത്തോളം കൂടുതൽ വ്യാപ്തിയുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് പിന്നിട്ട 4 ദിവസങ്ങളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഖാൻ യൂനിസിന് നേരെയാണ് ഇന്ന് ആക്രമണം കൂടുതൽ ശക്തമായിട്ട് നടക്കുന്നത്. അല്പം മുമ്പും വ്യാപകമായ തോതിലുള്ള ഷെല്ലാക്രമണം നടന്നു. അതോടൊപ്പം തന്നെ വ്യോമാക്രമണവും തുടരുന്നുണ്ട്. നിരവധി പേർ പുതുതായി കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത്. പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ 5 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ നടക്കുന്നൊരു ഘട്ടത്തിലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് ഈ വെടിനിർത്തൽ ലംഘനത്തിന്റെ പേരിൽ ഇസ്രായേലിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ സുസ്ഥിരമായിട്ടുള്ള വെടിനിർത്തൽ ഉണ്ടാകുന്നില്ല. അതാണ് കൂടുതൽ ആശങ്ക രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ നിവസിക്കുന്ന അവർ കൃത്യമായി തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ കൂടുതൽ മാരകമായിട്ടുള്ള നശീകരണ സ്വഭാവത്തിലുള്ള ആക്രമണത്തിലേക്ക് ഇനിയും ഇസ്രായേൽ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ വ്യവസ്ഥകൾ പ്രകാരം ഒക്കെയും ഏതാണ്ട് ഇപ്പോൾ 11 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടിയാണ് ഇനിയിപ്പോൾ കൈമാറാനുള്ളത്. അത് കണ്ടെത്താനുള്ള തിരക്കിട്ട നടപടികൾ ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും സഹായത്തോടു കൂടി ഹമാസ് നടത്തുന്നുണ്ട്. ഇന്നലെ 3 മൃതദേഹങ്ങൾ കൈമാറിയിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് ആ മൃതദേഹങ്ങൾ നേരത്തെ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ കൊല്ലപ്പെട്ട ബന്ദികളുടേതല്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രഖ്യാപനം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. 30 മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതിൽ പലതും വളരെ ഗുരുതരമായിട്ടുള്ള പീഡനം ഏറ്റതിന്റെ കൃത്യമായിട്ടുള്ള പാടുകൾ ആ മൃതദേഹത്തിൽ ഉള്ളതായിട്ട് ഔദ്യോഗികമായി തന്നെ ഗസയിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ കൈമാറിയ 150-ലധികം മൃതദേഹങ്ങളിലും വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടതിന്റെ തെളിവുകൾ ആ മൃതദേഹത്തിൽ അവശേഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേൽ ഇപ്പോൾ കൈമാറുന്ന മൃതദേഹങ്ങളിലൊക്കെയും അതേ തുടർച്ചകൾ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നതെന്നാണ് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലെ കെടുതി അനുഭവിക്കുന്ന ഈ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സഹായ വസ്തുക്കൾ ലഭ്യമാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഒന്നും തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഇപ്പോൾ കരാറിൽ പറഞ്ഞ ആ സഹായം കൈമാറുന്നതിൽ വെറും 24% സഹായം മാത്രമാണ് ഗസയിലേക്ക് എത്തിയതെന്നാണ് ഔദ്യോഗികമായി തന്നെ ഗസയിലെ ആരോഗ്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ സർക്കാർ മാധ്യമ വിഭാഗവും അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. അമൃത.